Good morning, students. Welcome to new auditing class. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വൗച്ചിങ് ഓഫ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെബിറ്റ് സൈഡിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി ഒരു വൗച്ചിങ്ങിൻ്റെ ക്രെഡിറ്റ് സൈഡ്, ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ക്യാഷ് പേയ്മെൻ്റ് എന്നും പറയാം. ഓക്കെ, പ്രധാനമായിട്ട് ഒരു 10-21 പോയിന്റിലൂടെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഈ ഒരു വീഡിയോയിൽ എടുക്കാം, അതുപോലെ തന്നെ ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. സോ വൗച്ചിങ് ഓഫ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്കിൽ ഫസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത് ഓപ്പണിംഗ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ബാങ്ക് അക്കൗണ്ട്. ഓപ്പണിംഗ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ദി ബാങ്ക് അക്കൗണ്ട്. അതായത് ഇഫ് ദ ബാങ്ക് ബാലൻസ് ഇസ് ഓവർ ഡ്രോൺ ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് വിത്ത് ബാങ്ക് കോളം ഇൻ ദ ക്രെഡിറ്റ് ഓഫ് ക്യാഷ് ബുക്കിൽ. ഇപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ക്രെഡിറ്റ് സൈഡ് അറിയണമെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നോക്കിയാൽ അതിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ക്യാഷ് പർച്ചേസസ്. ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ദ ഓഡിറ്റർ ഷുഡ് വൗച്ച് ദ എൻട്രീസ് ഇൻ ദ ക്യാഷ് ബുക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് cash memos, receipted invoice, issued by supplier and also goods inward book. ഇതിലൂടെയൊക്കെ ഒരു ഓഡിറ്റർക്ക് എത്രത്തോളം ക്യാഷ് പർച്ചേസ് നടത്തിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഡ് സീ ദാറ്റ് ഓൺലി ദ നെറ്റ് എമൗണ്ട് ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ടിലുണ്ടാകുന്ന നെറ്റ് എമൗണ്ട് ആണ് ആ ഒരു ഓഡിറ്റർ അതിലൂടെ നോക്കിക്കാണുന്നത്. അപ്പോൾ പല രീതിയിലുള്ള മെമ്മോകളിലൂടെയും പല രീതിയിലുള്ള റെസിപ്റ്റഡ് ഇൻവോയ്സിലൂടെയും ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് അതുപോലെ തന്നെ ഗുഡ്സ് ഇൻവേർഡ് ബുക്കിൽ നിന്നൊക്കെ ഒരു ഓഡിറ്റർക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് പർച്ചേസസ് എത്ര നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ദെൻ തേർഡ് പോയിന്റ് പറയുന്നു പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ ഓരോ ക്രെഡിറ്റേഴ്സിനും മണി പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ക്യാൻ ബി വൗച്ച്ഡ് വിത്ത് റെസിപ്റ്റ് ഇഷ്യൂഡ് ബൈ ദ ക്രെഡിറ്റേഴ്സ് അക്നോളജിങ് ദ റെസിപ്റ്റ് ഓഫ് മണി. അതായത് ക്രെഡിറ്റേഴ്സ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ദ അക്കൗണ്ട്സ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവോയ്സ്. അവരുടെ കയ്യിലുള്ള ഇൻവോയ്സ് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം എമൗണ്ടാണ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഗുഡ്സ് നമുക്ക് ആക്ച്വലി റിസീവ് ചെയ്തിട്ടുണ്ടാവും ക്യാൻ ബി വൗച്ച്ഡ് ഫ്രം ടു ദ എൻട്രീസ് ഇൻ ഗുഡ്സ് ഇൻവേർഡ് രജിസ്റ്റർ സ്റ്റോക്ക് ലെഡ്ജർ. ഇപ്പോൾ സ്റ്റോക്ക് ലെഡ്ജർ അല്ലെങ്കിൽ രജിസ്റ്റർ ഇൻവേർഡ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഗുഡ്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഓഡിറ്റർ ഇത് വെച്ച് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വെച്ച് കമ്പയർ ചെയ്തിട്ട് എത്രത്തോളം എമൗണ്ടാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ മിനിറ്റ്സ് നോക്കാം, കോൺട്രാക്ട് അതർ ഡോക്യുമെൻ്ററി എവിഡൻസ് ബിഫോർ പാസിംഗ് ദ എൻട്രി കറക്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ബുക്സ് നോക്കാം. മിനിറ്റ്സ് നോക്കാം, കോൺട്രാക്ട് ആൻഡ് അതർ ഡോക്യുമെൻ്ററി എവിഡൻസ് നോക്കാം. എന്തെങ്കിലും ഒരു മിസ്സിങ് കണ്ടിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് വെച്ച് അതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അല്ലെങ്കിൽ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് അതിൻ്റെ അതോറിറ്റീനെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതാണ് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നു പേയ്മെൻറ്റ് ഓഫ് വേജസ്. വലിയൊരു ടോപ്പിക്കാണ് പേയ്മെൻറ്റ് ഓഫ് വേജസ്. ഒരു ഓഡിറ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിൽ ഒരു എത്രത്തോളം അതിൻ്റെ വേജസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പല രീതിയിലുള്ള മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് നടത്താനുള്ള ഒരു വേദിയാണ് ഈ വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ദ ഓഡിറ്റർ ഷുഡ് മേക്ക് എ തറോ ഇൻവെസ്റ്റിഗേഷൻ റിഗാർഡിംഗ് ദ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തെക്കുറിച്ച് ഒരു തറവായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരിക്കണം. ഇൻറ്റേർണൽ ചെക്ക് സൗണ്ട് അല്ലെങ്കിൽ ക്ലയൻറ്റിനെ നമുക്ക് അതിനുള്ള ഡിസോൺ ഹിസ് ലയബിലിറ്റിയിൽ നമുക്ക് ആ ഒരു പ്രതിബദ്ധത ചിലപ്പോൾ കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം എഫക്റ്റീവ് ആണെങ്കിൽ ദ ഓഡിറ്റ് നോക്കിക്കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇനി അതിൽ പറയുന്നു ഇൻക്ലൂഷൻ ഓഫ് ഫിക്റ്റീഷ്യസ് നെയിംസ് ഓഫ് ഡമ്മി വർക്കേഴ്സ്, ഗോസ്റ്റ് വർക്കേഴ്സ് ഇൻ ദ വേജ് ഷീറ്റ്. അല്ലേ, ചില ആളുകൾ ഡമ്മി വർക്കേഴ്സിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാത്ത ആളുകളുടെ പേരിൽ സാലറി എഴുതുന്നുണ്ടാവും. അതാണ് ഡമ്മി വർക്കേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മിസ് ഫ്രോഡുകൾ നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനാണ് നമ്മൾ പറഞ്ഞത് ആദ്യം ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ദ നെക്സ്റ്റ് പറയുന്നത് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ഇൻ ടൈം ഓഫ് വർക്ക് ആൻഡ് പീസ് വർക്ക് റെക്കോർഡ്. ഇനി വേറൊരു കേസിൽ വരുന്ന ഫ്രോഡ് എന്ന് പറയുന്നത് പീസ് വർക്കാണോ അതുപോലെ തന്നെ എന്താ പറയുക ടൈം വർക്കാണോ, അല്ലേ, അത് ടൈമിനാണോ അത് ഒരു പ്രൊഡക്റ്റിൻ്റെ ബേസിലാണോ സാലറി എന്നുള്ളത് കറക്റ്റ് നമ്മൾ
ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനനുസരിച്ച് അല്ലെങ്കിൽ അവിടെ പല പ്രാക്ടീസും നടത്താനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒക്യൂറൻസ് ഓഫ് ക്ലറിക്കൽ എറേഴ്സ്, ഈ പറഞ്ഞ പോലെ തന്നെ 500 എന്നുള്ളതിന് 5000 എന്നോ അല്ലെങ്കിൽ 500 എന്നുള്ളതിന് 50 എന്നോ അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള പല ക്ലറിക്കൽ എറേഴ്സുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് നെയിം ഓഫ് ദ വർക്കേഴ്സ് ഹു ഹാവ് റിസൈൻഡ് ഓർ ഹു സർവീസ് ഹാവ് ബിൻ ഡിസ്പെൻസ് വിത്ത് മേ ഹാവ് ബിൻ ഇൻക്ലൂഡഡ് ഇൻ ദ വേജ് ഷീറ്റ് ഓർ നെയിം ഓഫ് എക്സ് എംപ്ലോയീസ് ആർ ടു ബി എൻറ്റേഡ് ഇൻ ദ വേജ് ഷീറ്റ്. ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് പാഡിംഗ്. അതായത് പല ആളുകളും റിട്ടയർഡ് ആയത് അതുപോലെ തന്നെ റിസൈൻ ചെയ്ത ആളുകൾ അവരിനൊക്കെ വീണ്ടും ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് വയ്ക്കും. അതിന് പറയുന്നതാണ് പാഡിങ് എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് സാലറി കൊടുക്കണമെങ്കിലും അവരുടെ സാലറി അതിൽ എഴുതി കാണിക്കുക. പിന്നെ പറയുന്നു ഓവർ സ്റ്റേറ്റിംഗ് ഓഫ് റേറ്റ് ഓഫ് വേജസ്. ഓവർ സ്റ്റേറ്റിംഗ്, ഇപ്പോൾ 10,000 കൊടുക്കുന്നുണ്ടാവുള്ളൂ, പക്ഷേ 20,000 എന്ന് വേജ് ഷീറ്റിൽ എഴുതാം. അതാണ് ഓവർ സ്റ്റേറ്റിംഗ്. ഇതെല്ലാം പേയ്മെൻറ്റ് ഓഫ് വേജസിൽ വരുന്നതാണ്. പിന്നെ പറയുന്നു ഓവർ സ്റ്റേറ്റിംഗ് ഹവേഴ്സ് ഓഫ് വർക്ക് ഓർ ഡേയ്സ് ഓഫ് വർക്ക് പുട്ട് ഇൻ ബൈ വർക്കേഴ്സ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഹവർലി റേറ്റൊക്കെ ആണെങ്കിൽ ഓവർ എസ്റ്റിമേഷൻ നടക്കുക. അതായത് ഹവേഴ്സ് ഓഫ് വർക്ക് കൂട്ടുക, ഹവേഴ്സ് ഓഫ് വർക്ക് എത്ര ചെയ്തു, എത്ര ആളുകൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി കാണിക്കുക. അതാണ് ഓവർ സ്റ്റേറ്റിംഗ് ഹവേഴ്സ് വർക്ക് ഡേയ്സ് വർക്ക് പുട്ട് ഇൻ ബൈ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ മുകളിൽ ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഒരു ഓഡിറ്റർ വളരെയധികം കോൺഷ്യസ് ആയിട്ട് ഇരിക്കണം. എന്നാലാണ് വേജിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് വേജ് എന്നുള്ള കാറ്റഗറി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങളോട് ഒരു ഓഡിറ്റർ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ദ ഓഡിറ്റർ ഷുഡ് ചെക്ക് ഫ്യൂ ഐറ്റംസ് ഓഫ് ഡിഡക്ഷൻസ് ഇൻ ദ ഫോം ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇൻഷുറൻസ്, അഡ്വാൻസ് ആൻഡ് ഫൈൻസ് എക്സെട്ര ഹാവ് ബീൻ പ്രോപ്പർലി അഡ്ജസ്റ്റഡ് ആൻഡ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള പല രീതിയിലുള്ള ഐറ്റംസും അതുപോലെ തന്നെ ഡിഡക്ഷൻസും ഒക്കെ ഓഡിറ്റർ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ വേജസ് ഫോർ ദ കറണ്ട് മന്ത് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദ വേജസ് ഓഫ് പ്രീവിയസ് മന്തിലുള്ള വേജസും കറണ്ട് മന്തിലുള്ള വേജസും തമ്മിൽ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യുക. എന്തെങ്കിലും ഇൻക്രീസോ ഡിക്രീസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക. പിന്നെ അതുപോലെ പറയുന്നതാണ് ദ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ ടോട്ടൽ wages sheet. The auditor should check the total wages sheet with the cash book and see what the cashier had withdrawn the exact amount which is shown under the column. ഇപ്പോൾ പല രീതിയിൽ ക്യാഷ് വിത്ഡ്രോ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് എമൗണ്ട് അല്ലാതെ കൂട്ടിയിട്ട് വിത്ഡ്രോ ചെയ്യുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കാം. പിന്നെ പറഞ്ഞു ഹി ഷുഡ് സീ ദാറ്റ് വെദർ ദ അൺപെയ്ഡ് വേജസ് ഹസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്. അപ്പോൾ നമ്മൾ കൊടുക്കാത്ത വേജസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഹി ഷുഡ് സീ ദാറ്റ് വേജസ് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക് ഹാവ് ആക്ച്വലി ബീൻ പെയ്ഡ്. ഇഫ് ദ എമൗണ്ട് എക്സീഡ്സ് 5,000 അഫിക്സ് റവന്യൂ സ്റ്റാമ്പ്. അല്ലെ 5000 കൂടുതലാണെങ്കിൽ നമ്മളവിടെ എന്ത് സ്റ്റാമ്പ് ചെയ്യണം, ഒരു രൂപയുടെ ഒരു റവന്യൂ സ്റ്റാമ്പ് നമ്മളവിടെ പോസ്റ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഹി ഷുഡ് കമ്പയർ ദ സിഗ്നേച്ചേഴ്സ് ഓഫ് ദ വർക്കേഴ്സ് ഓഫ് 2 or 3 periods ടു എക്സാമിൻ ദയർ ജെന്യൂനെസ്. അല്ലെ 2-3 കാറ്റഗറിയിൽ അവരുടെ സിഗ്നേച്ചർ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്തെങ്കിലും മൾ പ്രാക്ടീസ് ഉണ്ടോ, ഓരോ പ്രാവശ്യം ഓരോ സൈനാണോ ഇടുന്നത്, അതെല്ലാം നമ്മൾ പ്രീവിയസ് റെക്കോർഡ്സ് വെച്ചിട്ട് വെരിഫൈ ചെയ്യുക. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, പേയ്മെൻറ്റ് ഓഫ് വേജസിൽ വരുന്നതാണ്. പിന്നെ അതിൽ വരുന്നതാണ് ഹി ഷുഡ് സീ all the officers, namely the cashier, the foreman and work manager, should sign the wage sheet certifying that correct payment of wages have been made. ഇപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓഫീസേഴ്സ്, അതായത് കാഷ്യർ, ഫോർമാൻ, വർക്ക് മാനേജർ, അവരവരുടെ വേജ് ഷീറ്റ് സർട്ടിഫൈ ചെയ്യണം. കറക്റ്റ് തന്നെയാണോ അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് സർട്ടിഫൈ ചെയ്യണം. നെക്സ്റ്റ് പറയുന്നു എക്സാമിൻ ദ സിസ്റ്റം ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് കാഷ്വൽ ലേബർ ഇഫ് ദർ ഈസ് എനി ലൂപ്പ് ഹോൾ ഗോ ടു ദ ഡീറ്റെയിൽസ്. ഇപ്പോൾ നമ്മൾ ആ സിസ്റ്റം ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതായത് കാഷ്വൽ ലേബർ അല്ലെങ്കിൽ എന്തെങ്കിലും ലൂപ്പ് ഫോൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിലേക്ക് നമ്മൾ ആധികാരികമായിട്ട് ഇറങ്ങിച്ചേരണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, പേയ്മെൻറ്റ് ഓഫ് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നു പേയ്മെൻറ്റ് ഓഫ് സാലറീസ്. എന്താണ് പേയ്മെൻറ്റ് ഓഫ് സാലറീസ്? ദ ഓഡിറ്റർ ഷുഡ് വൗച്ച് സാലറി രജിസ്റ്റർ ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ എൻട്രീസ് ഇൻ ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിലെ എൻട്രിയുമായിട്ട് അത് കമ്പയർ ചെയ്യുകയും സാലറി രജിസ്റ്റർ നമ്മൾ പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഹി ഷുഡ് സീ ദാറ്റ് ദ ടോട്ടൽ ഓഫ് സാലറീസ് ബുക്ക് ഫോർ എ പീരീഡ് മന്ത് അഗ്രീസ് വിത്ത് ചെക്ക് ഡ്രോൺ ഫോർ സാലറീസ്.
ചെക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രോൺ ചെയ്യുക. സാലറിയുടെ ചെക്ക് നമ്മൾ ഡ്രോൺ ചെയ്യുന്നത് പ്രോപ്പർ തന്നെയാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും കേസിൽ എന്തെങ്കിലും സാലറിയിൽ വേരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആനുവൽ ഇൻക്രിമെൻറ്റ് സാങ്ഷൻ ചെയ്യണേലോ, എന്തെങ്കിലും സ്പെഷ്യൽ ഇൻക്രിമെൻറ്റ് സാങ്ഷൻ ചെയ്യണേലോ, എന്തെങ്കിലും ഫിക്റ്റീഷ്യസ് എൻട്രികൾ വരിക അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ പറയുന്നത് സാലറി ബുക്ക്, ഷുഡ് റെഫർ മീറ്റ്, അപ്പോയിൻമെൻറ്റ് ലെറ്റർ, കോൺട്രാക്റ്റ്, സർവീസ് ബുക്ക്, അതെല്ലാം നമ്മൾ വെരിഫൈ ചെയ്താൽ നമുക്ക് പല രീതിയിലുള്ള ഫ്രോഡുകൾ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് പേയ്മെൻറ്റ് ഓഫ് സാലറീസ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ 5 പോയിൻ്റ് ഏതൊക്കെയാണ്? ഓപ്പണിംഗ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ദ ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് പർച്ചേസസ്, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, പേയ്മെൻറ്റ് ഓഫ് വേജസ്, പേയ്മെൻറ്റ് ഓഫ് സാലറീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്ടേഴ്സ് ഫീസ്. ഡയറക്ടേഴ്സ് ഫീസ് ഡയറക്ടേഴ്സ് ഫീസ് എന്ന് പറയുമ്പോൾ ദ ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി ആർ നോട്ട് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് എനി മന്ത്ലി സാലറി. ദ ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി ഗെറ്റ് ഡയറക്ടേഴ്സ് ഫീസ് ഫോർ അറ്റൻഡിങ് ദ ബോർഡ് മീറ്റിംഗ്. ഇപ്പോൾ ഒരു ഡയറക്ടർക്ക് ഡയറക്ടർ ഫീസ് എന്ന് പറയുമ്പോൾ മന്ത്ലി ഇങ്ങനെ 10-20 അങ്ങനത്തെ സാലറി അല്ല. അവരുടെ മീറ്റിങ്ങിൽ അവരെത്ര പങ്കെടുക്കുന്നുവോ അവർക്ക് അതിനുള്ള എമൗണ്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അത് ഈ ആർട്ടിക്കിൾസ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കും എത്രയാണ് ഓരോ ജനറൽ മീറ്റിങ്ങിനും ഓരോ ഡയറക്ടർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദർഫോർ ഓഡിറ്റർ ഹാസ് ടു വെരിഫൈ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് മിനിറ്റ്സ് ബുക്ക്. അതുകൊണ്ടാണ് ഒരു ഓഡിറ്റർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മിനിറ്റ്സ് ബുക്കും വെരിഫൈ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 7th one, ട്രാവലേഴ്സ് കമ്മീഷൻ ആൻഡ് എക്സ്പെൻസസ്. ട്രാവലേഴ്സ് കമ്മീഷൻ ആൻഡ് എക്സ്പെൻസസ്. ഈ ട്രാവലേഴ്സ് കമ്മീഷൻ അതുപോലെ അവർക്ക് വരുന്ന എക്സ്പെൻസുകൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നത് ടുവേർഡ്സ് ട്രാവൽ ഏജൻറ്റ്സ് എഗ്രിമെൻറ്റ്സ് ടു അസർട്ടൈൻ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദ അപ്പോയിൻമെൻറ്റ് ആൻഡ് റേറ്റ് ഓഫ് കമ്മീഷൻ. അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റേറ്റ് ഓഫ് കമ്മീഷൻ എത്രയാണ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് വേജ് എത്രയാണ്, സാലറി എത്രയാണ്, അല്ലെങ്കിൽ ഫീസ് എത്രയാണ്, അല്ലെങ്കിൽ എക്സ്പെൻസ് എത്രയാണെന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും. അത് അവരുടെ രജിസ്റ്റർ നോക്കി അറിയാൻ പറ്റും. The payment of commissions vouched with the entries in the cash book and the receipt issued by them. അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ള റെസിപ്റ്റ് വെച്ചിട്ട് നമുക്ക് ക്യാഷ് ബുക്കിൽ എത്ര ക്യാഷ് കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ട്രാവലേഴ്സ് കമ്മീഷൻ ആൻഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് പറയുന്നു ബിൽസ് പേയബിൾ. എന്താണ് ബിൽസ് പേയബിൾ? Okay, in regard to the payment of bills payable honored of their maturity, the creditor should vouch the bills payable book and the cash book. Okay, next നമ്മൾ പറയുന്നത് bills payable. അതായത് in regard to the payment of bills payable honored or their maturity, the auditor should vouch the bills payable book. ബിൽസ് പേയബിൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ മെച്യൂരിറ്റി, അതായത് നമുക്ക് എന്തെങ്കിലും ബില്ലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണ് ഓണർ ആവുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ക്യാഷ് ബുക്കിൽ നിന്നും അതിൻ്റെ ബിൽസ് പേയബിൾ ബുക്കിൽ നിന്നൊക്കെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റും. അത് ബാങ്ക് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ പാസ്ബുക്ക് വെച്ചിട്ട് അതുപോലെ തന്നെ ബിൽസ് പേയബിൾ റിട്ടേൺ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഇതിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ബിൽസ് പേയബിൾ ബുക്കിലൂടെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലോൺസ് അഡ്വാൻസസ്. ലോൺസ് അഡ്വാൻസസ് എന്ന് പറയുമ്പോൾ ദ ഓഡിറ്റർ ഷുഡ് സീ ദ ലോൺ എഗ്രിമെൻറ്റ്, സ്റ്റഡി ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ലോൺ റിഗാർഡിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഡേറ്റ് ഓൺ വിച്ച് ദ ഇൻട്രസ്റ്റ് ഹാസ് ടു ബി പെയ്ഡ് ആൻഡ് ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ. ഓഡിറ്റർ എന്ന് പറയുന്നത് ലോൺ എഗ്രിമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഒരു എന്താ പറയുക ടേംസ് ആൻഡ് കണ്ടീഷൻസ് ലോണിൻ്റെ, അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് നോക്കുക, അതെങ്ങനെ റീപേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് നോക്കുക, അത് അങ്ങനെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടോ, ക്യാഷ് ബുക്കിലും അതിൻ്റെ എൻട്രികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ടൈറ്റിൽ ഡീഡ് ഉണ്ടോ, സെക്യൂരിറ്റി ഓഫ് മോർട്ട്ഗേജ് ഡീഡ്, അതെല്ലാം ഒരു ഓഡിറ്റർ വെരിഫൈ ചെയ്ത് ഇരിക്കണം.
In case of a loan advance to the director, managing director and officers of company, the auditor should say that the provisions of company act are compiled with regarding the granting of loans. അപ്പോൾ എന്തെങ്കിലും ഒരു കേസിൽ അഡ്വാൻസ്ഡ് ടു ദ ഡയറക്ടർക്കാണ് ഇതുപോലെ ലോൺ കൊടുക്കണമെങ്കിൽ അതിൻ്റെ കമ്പനി ഡീറ്റെയിൽസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഓക്കെ, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റ് ഫോർ ദ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയറുകൾ അതുപോലെ തന്നെ ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് ദ ബ്രോക്കേഴ്സ് ബ്രോഡ് നോട്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ ഷെയറുകളൊക്കെ നമ്മൾ എങ്ങനെ പർച്ചേസ് ചെയ്യാം, പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എമൗണ്ടുകൾ എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, അത് നമുക്ക് അതിൻ്റെതായ പ്രോപ്പർ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടും. ഇഫ് ദേ ആർ പർച്ചേസ്ഡ് ത്രൂ ബാങ്ക് വഴിയാണോ പാസ്ബുക്ക് വഴിയാണോ പർച്ചേസ് ചെയ്തുള്ളത്, ഷെയറുകളൊക്കെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് വഴിയാണോ പാസ്ബുക്ക് വഴിയാണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ പർച്ചേസർ കം ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ്, ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ഈസ് പ്രോപ്പർലി അലൊക്കേറ്റഡ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. അപ്പം നമ്മളിതുപോലെ പർച്ചേസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ് നടത്തുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂവിൻ്റെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അലൊക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ന്യൂ ഇഷ്യൂ ആണെങ്കിൽ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദ letters of allotment, bankers receipt for installment paid and share certificate. Finally, the auditor should see that the investment and share purchased are in accordance with the provision of Companies Act and the same as regarded in the name of the company. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദ ലെറ്റേഴ്സ് ഓഫ് അലോട്ട്മെൻറ്റ് ലെറ്ററുകൾ ഓഡിറ്റർ എക്സാമിൻ ചെയ്യാം. ബാങ്കിൻ്റെ റെസിപ്റ്റുകൾ അതുപോലെ തന്നെ ഷെയർ പർച്ചേസുകൾ അങ്ങനെയുള്ള എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ചിലപ്പോൾ ഒരു ഓഡിറ്റർക്ക് വേണ്ടി വരും അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ബാക്കി ഒരു 10-11 പോയിൻ്റ് ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ അതുപോലെ ഇതിൽ പറഞ്ഞതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം എല്ലാ ടോപ്പിക്കുകളും. 1 ഓപ്പണിംഗ് ക്രെഡിറ്റ് ബാലൻസ്, 2 ക്യാഷ് പർച്ചേസ്, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, പേയ്മെൻറ്റ് ഓഫ് വേജസ്, പേയ്മെൻറ്റ് ഓഫ് സാലറീസ്, ഡയറക്ടേഴ്സ് ഫീസ്, ട്രാവലേഴ്സ് കമ്മീഷൻ ആൻഡ് എംപ്ലോയീസ്, ബിൽസ് പേയബിൾ, ലോൺസ് അഡ്വാൻസ്ഡ് ആൻഡ് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്രയാണ് ഇപ്പോൾ വരുന്നത്. ഇനി ഇതിൽ ഇപ്പം ഞാനീ പറഞ്ഞ 10 ഐറ്റവും നമ്മൾ എങ്ങനെയാണ് ഏതാണ് അതിൻ്റെ സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ഓപ്പണിംഗ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ പ്രീവിയസ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, മുന്നേ ഓഡിറ്റ് ചെയ്തിട്ടുള്ള ബാലൻസ് ഷീറ്റ് നമുക്ക് ക്ലോസിങ് കിട്ടും. അതാണ് ഇവിടുത്തെ ഓപ്പണിംഗ്. പിന്നെ ക്യാഷ് പർച്ചേസസ്, അത് നമുക്ക് കിട്ടുന്നത് ക്യാഷ് മെമ്മോസ്, ഗുഡ് ഇൻ എ വർക്ക് ബുക്ക്, അങ്ങനത്തെ ഡീറ്റെയിൽസിനൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ക്യാഷ് പർച്ചേസ് ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ റിസിപ്റ്റ് ഇഷ്യൂഡ് ബൈ ക്രെഡിറ്റേഴ്സ്, ഗുഡ്സ് ഇൻവാർഡ് രജിസ്റ്റർ, പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, ക്രെഡിറ്റർ സബ്മിറ്റ് ചെയ്തത് ഒക്കെ നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ഓഫ് വേജ് ഷീറ്റ്, വേജ് റെക്കോർഡ്, ടൈം റെക്കോർഡ്, പീസ് വർക്ക്, ചെക്ക്, അതിൽ നിന്നൊക്കെ നമുക്ക് ഈ വേജസിൻ്റെ കാര്യങ്ങൾ അറിയാം. ദെൻ പേയ്മെൻറ്റ് ഓഫ് സാലറി രജിസ്റ്റർ, അറ്റൻഡൻസ്, അപ്പോയിൻമെൻറ്റ് ലെറ്റർ, എഗ്രിമെൻറ്റ്, മിനിറ്റ്സ്, ചെക്ക് സർവീസ് ബുക്ക്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആണ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. പിന്നെ പറയുന്നു ഡയറക്ടേഴ്സ് ഫീസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മിനിറ്റ്സ്, ജനറൽ മീറ്റിംഗ്, റെസിപ്റ്റ് ഇഷ്യൂഡ് ബൈ ഡയറക്ടേഴ്സ്, അവിടെ നിന്നാണ് ഡയറക്ടേഴ്സ് കളക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ട്രാവലേഴ്സ് കമ്മീഷൻ ആൻഡ് എക്സ്പെൻസസ്, സെയിൽസ് ഓർഡർ രജിസ്റ്റർ, ബിൽസ് ആൻഡ് റെസിപ്റ്റ് എഗ്രിമെൻറ്റ്. ഇപ്പോൾ ഈ ഓരോ സംഭവം നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ഏത് വൗച്ചറിൽ നിന്നാണ് എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ബിൽസ് പേയബിൾ ബുക്ക്, പാസ്ബുക്ക്, ലോൺ എഗ്രിമെൻറ്റ്, റെസിപ്റ്റ് ഗിവൺ ബൈ ബോറോവർ, സെക്യൂരിറ്റി ആൻഡ് ടൈറ്റിൽ ഡീഡ്സ് ആൻഡ് പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട്, അങ്ങനെ ആണ് ബിൽസ് പേയബിളിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ബിൽസ് പേയബിളിൽ ബാങ്ക് പാസ്ബുക്ക്. ദെൻ നെക്സ്റ്റ് ലോൺസ് അഡ്വാൻസ്ഡിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ലോൺ എഗ്രിമെൻറ്റ്, റെസിപ്റ്റ് ഗിവൺ ബൈ ബോറോവറൊക്കെ വരിക. ദെൻ ലാസ്റ്റ് 10ാമത്തെ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ബ്രോക്കേഴ്സ് നോട്ട്, ചെക്ക് ബുക്ക്,
പാസ്ബുക്ക്, ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ്, ബാങ്ക് റെസിപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ന്യൂ ഇഷ്യൂ. അവിടെ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെയുള്ള ഡാറ്റാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഡെബിറ്റ് സൈഡാണ് ഒരു വൗച്ചിങ്ങിൻ്റെ ഡെബിറ്റ് സൈഡിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ബാക്കി വരുന്ന ഭാഗം നാളെ രാവിലെ എടുക്കാം. ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.